വെജിറ്റബിൾസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ വളരെ മടിയാണല്ലേ. എന്നാൽ ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കൂ, കുട്ടികളൊക്കെ വളരെ സ്വാദോടുകൂടി അത് കഴിക്കും. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഐ ആം ലെക്സി ജേസൺ, വെൽക്കം ടു ഫ്രഷ് ലൈഫ്. നല്ലതുപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ ആദ്യം ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കോഴിമുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 കപ്പ് മൈദയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അല്പം കട്ടിയിൽ, എന്നാൽ അധികം കട്ടി കൂടാതെ തയ്യാറാക്കിയ ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനനുസരിച്ച് ഇത് ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ നമുക്ക് അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. 2 പൊട്ടറ്റോ, 1 ക്യാപ്സിക്കം, 1 സവാള, 1 ക്യാരറ്റ്, 1 ഗ്രീൻ ചില്ലി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പൊട്ടറ്റോ വേവിച്ചെടുക്കാം. പൊട്ടറ്റോ മുഴുവനായി തന്നെ നമുക്കിട്ട് വേവിക്കാം കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ, അത്രയും മതി കുക്കറിലിരുന്ന് നമ്മുടെ പൊട്ടറ്റോ വെന്ത് കിട്ടാനായിട്ട്. ഇത് വെന്ത് പാകമായി ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ എടുത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർക്കുന്നത് ക്യാപ്സിക്കം ആണ്. ക്യാരറ്റും ഈ സമയം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ പൊട്ടറ്റോയിലേക്ക് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ് മിക്സ് കൂടെ ചേർക്കാം. കൂടെ അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ആയപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് റെഡിയായി. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു ദോശ പോലെ ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഓരോ തവി വീതം എടുത്ത് ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഫില്ലിങ് എടുത്ത് നിറച്ചു വയ്ക്കാം. ഇതുപോലെ ഓരോന്നും എടുത്ത് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണം. വെജിറ്റബിൾസ് ഉള്ളിൽ വെച്ചത് ഒന്നും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഈ കാണുന്ന പോലെ വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്താൽ പെട്ടെന്നൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലിങ് പുറത്തേക്ക് പോവില്ല. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ 1 കോഴിമുട്ട ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ബ്രെഡ് എടുത്ത് ആ ബ്രെഡ് സ്ലൈസ് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫോൾഡേഴ്സും എടുത്ത് ആദ്യം ഈ എഗ് ബീറ്റിലും പിന്നീട് ഈ ബ്രെഡ് ക്രംസിലും ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്യത്തക്ക വിധത്തിൽ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ഫോൾഡേഴ്സും ഇതുപോലെ ആദ്യം എഗ് ബീറ്റിലും പിന്നീട് നമ്മുടെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോ ഫോൾഡേഴ്സും 2 പുറവും ഫ്രൈ ആകത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചു വിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വെജിറ്റബിൾ റിച്ച് ആയ നമ്മുടെ സ്നാക്സ് റെഡിയാവും. ഇതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിച്ചാൽ വളരെ സ്വാദേറിയ ഒരു സ്നാക്സാണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റാണിത്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്